ഫോൺ, പേഴ്സ് എന്നിവയും അക്രമി സംഘം കവർന്നിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPIM-ന് വോട്ടർ പട്ടിക ചോർത്തിക്കൊടുത്തുവെന്ന ആരോപണത്തിൽ നടപടി വേണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അനിശ്ചിതമായി നീണ്ടുപോവുകയാണ്. രാഷ്ട്രീയ കക്ഷികൾക്കൊന്നും പകർപ്പ് നൽകിയിട്ടില്ല. CPIM കമ്മിറ്റികൾക്ക് കരട് പട്ടികയുടെ പകർപ്പ് നൽകുന്നുണ്ട്. വോട്ടർ പട്ടികയുടെ പകർപ്പ് നൽകാത്തത് മറ്റു പാർട്ടിക്കാർക്ക് വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കാനുള്ള അവസരം നിഷേധിക്കലാണ്. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി വേണമെന്നും മുസ്ലിം ലീഗും UDF-ഉം നിയമ നടപടി ആലോചിക്കുന്നുണ്ടെന്നും PMA സലാം പറഞ്ഞു. ഈ വോട്ടർ പട്ടിക പുറത്ത് ചോർന്നു വന്നത് ഗുരുതരമായ ക്രമക്കേടാണ്. ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ആരാണ് ഉത്തരവാദിയെങ്കിലും അവർക്ക് ശക്തമായ നടപടികൾ വേണം. ആ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലും അതിൻ്റെ ഹിയറിങ്ങും തെളിവെടുപ്പും ആൾ ഹാജരാക്കലും എല്ലാം കൂടി കുറേ സമയം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ആ സമയം ലഭ്യമാകാതിരിക്കാനും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചേർക്കാനുള്ള അവസരം നിഷേധിക്കാനുമാണ് ഇത്തരമൊരു നിലപാടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ആരോപിക്കാനുള്ളത്. നടൻ ബാലയ്ക്കെതിരെ വീണ്ടും ആരോപണവുമായി മുൻ ഭാര്യ ഡോക്ടർ എലിസബത്ത്. ആശുപത്രി കിടക്കയിൽ നിന്നുള്ള വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് നടനെതിരെയുള്ള ആരോപണം. താൻ മരിച്ചാൽ ഉത്തരവാദികൾ മുൻ ഭർത്താവും അയാളുടെ കുടുംബവുമായിരിക്കുമെന്ന് എലിസബത്ത് പറയുന്നു. സ്ത്രീകൾ പരാതി നൽകിയാൽ നീതി ലഭിക്കും എന്ന് കേട്ടിട്ട്